രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല യാത്രയിൽ സുരക്ഷാ വീഴ്ച. രാഷ്ട്രപതി എത്തിയ ഹെലികോപ്റ്ററിന്റെ വീൽ കോൺക്രീറ്റിൽ പുതഞ്ഞു. പ്രമാടത്തെ താൽക്കാലിക ഹെലിപ്പാഡ് കോൺക്രീറ്റ് ചെയ്തത് ഇന്ന് രാവിലെ മാത്രം. പമ്പയിലെത്തി കെട്ടുനിറയ്ക്കുന്ന രാഷ്ട്രപതി ഗൂർഖ ജീപ്പിൽ 11:45 സന്നിധാനത്തെത്തും. രാഷ്ട്രപതി മടങ്ങും വരെ ദർശനത്തിന് നിയന്ത്രണം. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ദേവസ്വം ബോർഡ് രേഖകൾ പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം. നീക്കം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കം പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രാജി ആവശ്യം കടുപ്പിച്ച് പ്രതിപക്ഷം. സംസ്ഥാനത്ത് പരക്കെ മഴ. മലപ്പുറം, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ടയടക്കം 4 ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി. തമിഴ്നാട്ടിലും പ്രളയഭീതി. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. സംഘർഷമുണ്ടായ താമരശ്ശേരിയിൽ കനത്ത ജാഗ്രത തുടർന്ന് പോലീസ്. ഡിവൈഎഫ്ഐ നേതാവടക്കം 321 പേർക്കെതിരെ കലാപത്തിന് കേസ്. ഫാക്ടറിക്കെതിരായ ആക്രമണം ആസൂത്രിതമെന്ന് പോലീസ്. PM ശ്രീ പദ്ധതിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെ ഇന്ന് മന്ത്രിസഭാ യോഗം. പദ്ധതി നടപ്പാക്കരുതെന്ന നിലപാടിൽ ഉറച്ച് CPI. ഫണ്ട് പാഴാക്കേണ്ടെന്ന് CPMന്റെ നിലപാട്. തർക്കങ്ങൾക്കിടെ CPI നേതൃയോഗങ്ങൾ ഇന്നു മുതൽ. വിവാദം ചർച്ചയാകും. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷം. പലയിടത്തും വായു നിലവാര സൂചിക 400-ന് മുകളിൽ. കൃത്രിമ മഴ പെയ്യിക്കാൻ അനുമതി തേടി സർക്കാർ. ബീഹാറിൽ RJDയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അശോക് ഗെഹ്ലോട്ട് പട്നയിലേക്ക്. തർക്കങ്ങൾ അവസാനിപ്പിച്ച് പ്രചാരണം ഏകോപിപ്പിക്കാൻ ലക്ഷ്യം. തേജസ്വി യാദവ് KC വേണുഗോപാലുമായി ചർച്ച നടത്തി. സഖ്യ നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന്. സ്റ്റെന്റ് വിതരണ കമ്പനികൾ സ്റ്റോക്ക് തിരിച്ചെടുത്തതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദ്രോഗ ചികിത്സ പ്രതിസന്ധിയിൽ. കോട്ടയം ഉൾപ്പെടെയുള്ള 4 ആശുപത്രികളിലെ സ്റ്റെന്റുകൾ തിരിച്ചെടുത്തു. 18 മാസത്തെ കുടിശ്ശികയിൽ സർക്കാർ കമ്പനികൾക്ക് നൽകിയത് 2 മാസത്തെ തുക മാത്രം.